ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. അതായത് കോഡ് ഇൻസ്പെക്ഷന് 4 റോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ റോൾസ് എന്തൊക്കെയാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായില്ല. കാരണം വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ടൊരു വീഡിയോയിൽ പറയാൻ കഴിയില്ല. അപ്പോൾ അതിൽ സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൻ്റെ 3 ഡിവിഷനാണ് പറഞ്ഞത്. ഡെസ്ക് ചെക്കിങ്, കോഡ് വാക്ക് ത്രൂ, കോഡ് ഇൻസ്പെക്ഷൻ അല്ലെ, അതിന് മുന്നേ കോഡ് റിവ്യൂ. കോഡ് ഇൻസ്പെക്ഷനിൽ 4 റോൾസാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ 4 റോൾസുകൾ ഏതൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഒന്ന് ഓഥറാണ്, രണ്ടാമത്തെ മോഡറേറ്ററാണ്, മൂന്നാമത്തത് ഇൻസ്പെക്ടറാണ്, നാലാമത്തത് സ്ക്രൈബാണ്. ആ 4 റോൾസാണ് കോഡ് ഇൻസ്പെക്ഷനിലുള്ളത്. ഓഥർ, മോഡറേറ്റർ, ഇൻസ്പെക്ടർ എന്ന് പറയാം, കാരണം റോൾ ആയതുകൊണ്ട്. സ്ക്രൈബ് ഫസ്റ്റ് ഈസ് ദ ഓഥർ ഓഫ് ദ കോഡാണ്. CODE ആണ് കേട്ടോ. Author of the code. Second is the moderator, who is expected to formally run the inspection according to the process. അത് ഓഥർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കോഡ് ഡെവലപ്പ് ചെയ്യുന്ന ആളാണ് ഓഥർ. അതാണ് ഓഥർ ഓഫ് ദ കോഡ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തേന്ന് പറയുന്നത് മോഡറേറ്ററാണ്. ഒരു ഇൻസ്പെക്ഷൻ്റെ മുന്നേ ഇൻസ്പെക്ഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മോഡറേറ്ററാണ്. മോഡറേറ്ററിന് തീരുമാനപ്രകാരമാണ് ഇൻസ്പെക്ടറിലോട്ട് ഈ ഒരു പ്രോഗ്രാം എത്തുന്നത്. ഹു ഈസ് എക്സ്പെക്റ്റഡ് ടു ഫോർമലി റൺ ദ ഇൻസ്പെക്ഷൻ അക്കോർഡിംഗ് ടു ദ പ്രോസസ്സ്. മൂന്നാമത് ഇൻസ്പെക്ടറാണ്. അതായത് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന വ്യക്തി, അത് ഒരു ആളല്ല, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ്. ഒരാൾ മാത്രമല്ല ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. ഇൻസ്പെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പേഴ്സൺസ് ഉണ്ടാവും. ദർ ആർ പീപ്പിൾ ഹു ആക്ച്വലി പ്രൊവൈഡ്സ് റിവ്യൂ കമൻസ് ഫോർ ദ കോഡ്. അവരാണ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള റിവ്യൂസും കമൻസും ഒക്കെ തരുന്നത്. ദർ ആർ ടിപ്പിക്കലി മൾട്ടിപ്പിൾ ഇൻസ്പെക്ടേഴ്സ്. ഒന്നിൽ കൂടുതൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രൈബാണ് നമ്മുടെ ഇൻസ്പെക്ഷന് ശേഷം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നോട്ട്സ് തരുന്നത്. ഫൈനലി ദർ ഇസ് എ സ്ക്രൈബ് ഹു ടേക്സ് ദ ഡീറ്റെയിൽ നോട്ട്സ് ഡ്യൂറിങ് ദ ഇൻസ്പെക്ഷൻ മീറ്റിംഗ് ആൻഡ് സർക്കുലേറ്റ്സ് ദം ടു ദ ഇൻസ്പെക്ഷൻ ടീം ആഫ്റ്റർ ദ മീറ്റിംഗ്. അതായത് മീറ്റിങ്ങിൻ്റെ സമയങ്ങളിൽ ഡീറ്റെയിലായിട്ട് നോട്ട്സും പിന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള സമ്മറി മീറ്റിങ്ങിന് ശേഷവും നൽകുന്നത് സ്ക്രൈബാണ്. ഈ 4 റോളും ഇൻസ്പെക്ഷനിൽ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റിംഗ് ആയ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് പഠിക്കാം. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് ആണ്. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയാണ്. സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ ഡൈനാമിക് കമ്പ്യൂട്ടർ ബേസിലുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു.